നീറ്റ് എക്സാമിന് വേണ്ടി അവസാനവട്ട പ്രിപ്പറേഷനിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെമ്മറി ടിപ്സുമായിട്ടാണ് ഇന്ന് SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിൽ. നീറ്റ് 2021 ഏറ്റവും നല്ല രൂപത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, കോൺസെപ്റ്റ്സ്, മിസ്ലീഡിംഗ് ഫാക്ട്സ്, ഗ്രാഫിക്കൽ കോൺസെപ്റ്റ്സ്, അതോടൊപ്പം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്, ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ ഏറ്റവും നച്ചലായിട്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സോ ആദ്യം ക്ലാസ് 11 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിലുള്ള കോൺസെപ്റ്റ്സ് ആണ് ആദ്യം ചർച്ച ചെയ്യുക. നീറ്റ് പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒബ്ജക്റ്റീവ് ഓരോന്നും കാണുമ്പോൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. എങ്ങനെയാണ് നമുക്ക് മൈനസ് കുറച്ച് എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ ചെയ്യാൻ പറ്റുക? അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് കെയർഫുള്ളി ദ ക്വസ്റ്റ്യൻ. അതിനുള്ളിൽ ഈ ഒരു സ്ട്രാറ്റജി മറക്കരുതേ. സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ദെൻ ഗോ. നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ മനസ്സിൽ പതിയുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിലായിരിക്കും അല്ലെ. പക്ഷെ അതിനു പകരം നമ്മളൊന്ന് നിർത്തിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയാലോ, ഇറ്റ് ബിക്കംസ് സോ ക്ലിയർ. അതേപോലെ നമ്മുടെ 200 ക്വസ്റ്റ്യനെയും നമ്മൾ കാണുന്ന ലാഘവത്തിലല്ല, ആ ഓരോ ക്വസ്റ്റ്യനും നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച റാങ്ക് തരാനുള്ളതാണ്. അതിന്റെ ടഫ്നെസ്സോ അതിന്റെ ലെങ്തിയോ അതിന്റെ ഈസിനെസ്സോ ഒന്നും റീസൺ അല്ല. വി നീഡ് ദാറ്റ് 4 marks. അതുകൊണ്ട് തന്നെ റീഡ് കെയർഫുള്ളി വിത്ത് ദ സ്ട്രാറ്റജി. സ്റ്റോപ്പ്, then look, then go. Stop, look, go. It is very important. അതിനുള്ളിൽ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ അതിനകത്തെ ചില വേർഡിങ്സ്, ട്രൂ, ഫോൾസ്, റോങ്, കറക്റ്റ്, യൂണിറ്റുകൾ മാറ്റി തന്നിരിക്കുന്നത്, ഇവയെല്ലാം മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും പുറകോട്ട് പോകണ്ട. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യനിയർ ആഗ്രഹിക്കുന്നത് നമുക്ക് കൃത്യതയോടെ കിട്ടും എന്നുള്ള കോൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. റീഡ് കെയർഫുള്ളി വിത്ത് എ സ്ട്രാറ്റജി ഓഫ് സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ദെൻ ഗോ. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സി, think conceptually that question, even though it is a problematic situation. Think conceptually. ഉറപ്പായിട്ടും അത് എന്താണ് ക്വസ്റ്റ്യനിയർ ആഗ്രഹിക്കുന്ന കോൺസെപ്റ്റ്, അതിനെന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്? ആൻഡ് ദ തേർഡ് വൺ, go with all the options carefully, but analyze conceptually. കൃത്യതയോടെ. അപ്പൊ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതിലെ ഓരോ ഓപ്ഷൻസും, ഇറ്റ് മേ ബി കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോയ്സസ് ആയിക്കൊള്ളട്ടെ, അതല്ല അതിന്റെ സാധാരണ ന്യൂമറിക്കൽ കോൺസെപ്റ്റ്സ് ആയിക്കൊള്ളട്ടെ, എല്ലാ ചോയ്സസും അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഫിസിക്സ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ഡയമെൻഷനലി ഓക്കെ ആണോ? ഇപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് താഴെയുള്ള വെലോസിറ്റീസ് ആണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈസ് ദെയർ. അതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുള്ള ചോയ്സസ് ഉണ്ടോ? ഇതൊക്കെ കൃത്യതയോടെ കൺസെപ്ച്വലി ചിന്തിക്കാനുള്ള സമയമാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. The fourth one, do the problem confidently. I can do it. അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് പോലും വരാതെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അതെനിക്ക് എന്റെ സ്വപ്നമായിട്ടുള്ള ഡോക്ടർഷിപ്പ് നേടിയെടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കൊള്ളട്ടെ, ബയോളജി ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. ആൻഡ് ദ ഫിഫ്ത്ത് കോൺസെപ്റ്റ് ഈസ് മാർക്ക് ഇറ്റ്. വളരെ കൃത്യതയോടെ, പേഷ്യൻസോടെ, ക്ഷമയോടെ. ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് തന്നെ, ആ ക്വസ്റ്റ്യന്റെ തന്നെ എന്ന് ഉറപ്പിച്ചിട്ട്
അതല്ലെങ്കിൽ പല കുട്ടികൾക്കും വരുന്ന കോൺസെപ്റ്റ് ഒരു എറർ എന്ന് പറയുന്നത് അവർ 1 പകരം രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാർക്ക് ചെയ്യാൻ സാധ്യത വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പലരും ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തതിനു ശേഷം അവസാന വട്ടം മാർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ സീരിയൽ ഓർഡറിലെ വ്യത്യാസം വന്ന് പലരുടെയും ലൈഫിൽ അബദ്ധം വന്നിട്ടുണ്ട്. അത് പാടില്ല. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ അതിന്റെ അവസാനത്തെ മാർക്കിങ്ങും കഴിഞ്ഞിരിക്കണം. സോ പ്രധാനപ്പെട്ട ഈ 5 പോയിന്റുകൾ നിങ്ങളെ എറർ കുറയ്ക്കുന്ന, മൈനസ് കുറയ്ക്കുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നൽകുന്നു. So it's a contribution from SS Physics classes. So keep in mind the 5 important points while attempting an objective examination. The first one, read carefully the question with a strategy of stop, look, and then go. And the second very important point, think conceptually the question, even though it is a problematic situation. And the third very important point is read the choices with a conceptual analysis. And the third one, so fourth one is nothing but do the problem so carefully. And the fifth one, mark on the OMR sheet. So good luck for a very neat aspirants. So we can go with our revision strategy. വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു മിനിമം സമയം കൊണ്ട് ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്യുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുക. സോ അറ്റ് ഫസ്റ്റ് വി കൻ ഗോ വിത്ത് അവർ ലിവിംഗ് വേൾഡ്, നമ്മുടെ ഫിസിക്കൽ വേൾഡ്, ഇൻ അഡീഷൻ ടു ദാറ്റ് യൂണിറ്റ്സ്, ഡയമെൻഷൻ ആൻഡ് എറേഴ്സ്. അതില് നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ വേൾഡും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത് മെഷർമെന്റും യൂണിറ്റ്സും മാതിരിയുള്ള ചാപ്റ്റർ ബേസ് ചെയ്ത് തന്നെയാണ്. അതില് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് റീസെന്റ്ലി ചോദിച്ചിരിക്കുന്നത് എറർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നാണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ ഒരു 2015-16 ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സുകളെ കുറിച്ച് നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ വി കൻ ഗോ വിത്ത് അവർ ഡയമെൻഷണൽ അനാലിസിസ്. അതില് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യമായിട്ട് വരാം. ദ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ചോദിക്കാം. അതില് നമുക്കൊരു റാങ്കിങ് രൂപത്തില് ഇതുവരെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്ന് അനലൈസ് ചെയ്താൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും ദെൻ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും തെർമൽ കണ്ടക്ടിവിറ്റിയും അതോടൊപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ടേമുകളാണ്. അപ്പൊ അതോടൊപ്പം ചിലപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ഗോട്ട് ദ സെയിം ഡയമെൻഷൻ പെയർ, അതല്ലാത്തത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും കുറിച്ചുള്ള റിലേഷൻസ് കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസിൽ തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമുക്കറിയാം സിമ്പിൾ ആയിട്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്? ഒന്ന് റിവൈസ് ചെയ്ത് ചിന്തിച്ചു പോയേക്കുക. ഒരു ഫിസിക്കൽ റിലേഷൻ എടുത്താൽ അതിന്റെ LHSലും RHSലും സെയിം ഡയമെൻഷൻസ് ആയിരിക്കും അല്ലെ. നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, n to the power of a, l to the power of b, t to the power of c should be equal to that m to the power of p, l to the power of q, t to the power of r ആണെങ്കിൽ ആ നിയമം പറയുന്നത് എയുടെ വാല്യൂ p ആയിരിക്കണമെന്നുള്ളതും ബിയുടെ വാല്യൂ q ആണെന്നും സി എന്ന് പറയുന്നത് ആറുമായിരിക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇത് ബേസ് ചെയ്തിട്ട് വരാൻ പറ്റാവുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഓർക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, സപ്പോസ് there is a function as x, it is given as is equal to v0 division by a into 1 minus e raised to minus at. Find the dimension of a, find the dimension of v0. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വരുമ്പോൾ
അതിനുള്ളിൽ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളൊരു എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോഗരിതമിക് ഫങ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ, നമ്മുടെ ട്രിഗണോമെട്രി ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോൾ ഓർക്കണേ, ബോത്ത് ദ ബ്രാക്കറ്റ്സും ഡൈമെൻഷൻലെസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഇവിടെ e⁻x എന്നുള്ള ഫോം വരുമ്പോൾ ഉറപ്പിച്ചു പറയാം, ഇത് ടോട്ടൽ ആയിട്ട്, കാരണം നമുക്ക് 1നോടാണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, അപ്പൊ അവന്റെ ഡൈമെൻഷൻ ലെസ് ആണെന്നുള്ള കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ ATയുടെ ഡൈമെൻഷനും ഇല്ലാത്തതാണെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ATയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്ന് പറയുമ്പോൾ എയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് 1/t ആയിട്ട് മാറും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് ഈ മൈനസ് സൈനിന്റെ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡൈമെൻഷണൽ അനാലിസിസിലെ അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നടക്കുന്നുണ്ടെങ്കിൽ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിരിക്കണം. എന്ന് പറയുമ്പോൾ 1ന് ഡൈമെൻഷൻ ഇല്ല, അപ്പോൾ ഇക്കും ഡൈമെൻഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ B0യുടെ ഡൈമെൻഷൻ x×a ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. നാലാമത്, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കുള്ള കൺവേർഷൻ. അവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. ദാറ്റ് ഈസ് m1 ഡിവിഷൻ ബൈ m2 ടു ദ പവർ ഓഫ് a ആൻഡ് l1 ബൈ l2 ടു ദ പവർ ഓഫ് b ആൻഡ് into t2 by t1, t1 by t2 the whole raised to z. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്കുള്ള കൺവേർഷൻ, അതിൽ 1 എന്ന് പറയുന്ന ഡിജിറ്റ് എപ്പോഴും നമ്മളോട് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയാണ്, 1 ജൂൾ is equal to how much എർഗ് എന്ന് പറയുമ്പോൾ ജൂളുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ നോൺ സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലെ മാസും ലെങ്തും ടൈമുമാണ് 1 കൊണ്ട് ഉദ്ദേശിക്കുക. 2 എന്ന് പറയുന്നത് എങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി വൺ മോർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിംപിളി ഓർമ്മയിരിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹൗ ടു എക്സ്പ്രസ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് അതർ. അപ്പൊ അവിടെ നമ്മൾ ഡെറിവേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചത് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ we can say that see, suppose we have to express force, velocity, time. നമ്മുടെ മാസ് എന്ന് പറയുന്ന പാരാമീറ്ററിനെ എങ്ങനെ ഫോഴ്സിന്റെ വെലോസിറ്റിയുടെ ടൈമിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ദാറ്റ് മീൻസ് വി ക്യാൻ സേ m must be proportional to FVT എന്നൊരു കൺസെപ്റ്റ് എടുത്തിട്ട് ഡെറിവേഷൻ എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് വിത്ത് ഡൈമെൻഷണൽ അനാലിസിസ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതിൽ സാധാരണ രൂപത്തിലുള്ള കേസസ് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. പക്ഷേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, സപ്പോസ് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് 1.76 millimeter ക്യൂബ് ആണെങ്കിൽ അങ്ങനെയുള്ള 25 സച്ച് ഡ്രോപ്സിന്റെ ടോട്ടൽ വോളിയം എന്തായിരിക്കും? അവിടെ നിങ്ങളുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ഉറപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓൾജിബ്രായിക് ഓപ്പറേഷൻസ് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അഡിഷൻ പ്രോസസ്സും സബ്ട്രാക്ഷൻ പ്രോസസ്സും വരുമ്പോൾ മിനിമം ഡെസിമൽ പ്ലേസസ് ആയിരിക്കണം ആൻസറിൽ ഉണ്ടാകേണ്ടതെന്നും അതോടൊപ്പം മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ് കേസെങ്കിൽ അത് മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ആൻസറിൽ റീട്ടേൺ ചെയ്യേണ്ടതെന്നുള്ള നിയമവശം നിങ്ങൾക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. 1.76 into 25 എന്ന് നമുക്ക് പറയുമ്പോൾ കൃത്യതയോടെ നമുക്ക് കിട്ടും അത് 44 millimeter ക്യൂബ് എന്ന്. പക്ഷേ അവിടെ നിയമം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.76ന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും 25ക്ക് 2 എന്നെടുക്കരുത്. അത് റോങ് ആണ്. അതൊരു വെൽ ഡിഫൈൻഡ് നമ്പർ ആണ്. അവിടെയാണ്
ഈ ഒരു ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. 400 മീറ്റർ എന്നോ 400 എന്നോ 400 സ്പിയേഴ്സ് എന്നോ ഒക്കെ നമ്മൾ പറയുമ്പോൾ 400 മീറ്ററിന് 3 സിഗ്നിഫിക്കന്റ് ഫിഗറും 400 ഒരു നിയർ നമ്പർ ആയതുകൊണ്ട് 1ഉം 400 സ്പിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഇൻഫിനിറ്റിയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യരുത്. അപ്പൊ 25 സ്പിയേഴ്സ് എന്ന് പറയുന്നതിന് ഇൻഫിനിറ്റി ആവുമ്പോൾ ആൻസറില് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇത് ഏറ്റവും പ്രാധാന്യമുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. മറന്നുപോകരുത്, അതൊരു മിസ്ലീഡിംഗ് ഫാക്ടറാണ്. നമ്മുടെ എററുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചിരിക്കണം, എന്താണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്, അതിലെ 3 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ഏതൊക്കെ, ദെൻ റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സിന്റെ എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പെർസെൻറ്റേജ് എററിലേക്ക് വരിക. സോ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കേണ്ട കോമ്പോസിഷൻ ഓഫ് എറേഴ്സ് വരുമ്പോഴുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് അഡിഷനോ സബ്ട്രാക്ഷനോ ആണ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കും? പക്ഷേ അഡിഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ നിയമവശം നേരിട്ട് പെർസെൻറ്റേജ് എറർ അല്ല കാണേണ്ടത്. അവിടെ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അഡിഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ ഈച്ച് അബ്സല്യൂട്ട് എറേഴ്സ് ആഡ് ചെയ്യുകയാണ് പതിവ്. എന്ന് പറഞ്ഞാൽ അത് സബ്ട്രാക്ഷൻ ആയിക്കൊള്ളട്ടെ അഡിഷൻ ആയിക്കൊള്ളട്ടെ, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എ പ്ലസ് ബി ആയിരിക്കും. ട്രൂ വാല്യൂ അതിനനുസരിച്ച് സബ്ട്രാക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ഡെൽറ്റ എ പ്ലസ് ബി ആയിട്ട് നമുക്കറിയാം. ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് അഡിഷൻ ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് നമ്മൾ കൊടുക്കുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ദാറ്റ് മച്ച് ഇൻറ്റു 100%. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ മാതിരിയുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ സേ എ ബൈ ബി റൂട്ട് സി എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വരുമ്പോൾ ഓർക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ എറേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ ഇത് ഡിവിഷൻ ആണ്, ഇവ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ വാട്ട് ഓർ മേ ബി ദ കേസ്, ഇൻഡിവിജ്വൽ ഫ്രാക്ഷണൽ എറേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100%. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്, മറന്നു പോകരുത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് റിലേറ്റീവ് എറർ ഇൻറ്റു 100% ആണ്. 2 വേർഡുകൾ കൂടെ ഓർക്കുക. എമംഗ് ദ ഫോളോയിങ് മെഷർമെന്റ്സ് വിച്ച് വൺ വി ക്യാൻ സേ മോർ പ്രിസൈസ്? അപ്പൊ അവിടെ പ്രിസിഷൻ എന്നുള്ള വേർഡ് മറക്കരുത്. സെക്കൻഡ് വൺ, വിച്ച് വൺ സെഡ് ടു ബി ദ മോസ്റ്റ് ആക്യുറേറ്റ്? സോ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് ഏറ്റവും മിനിമം ആയിട്ടുള്ള മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മോർ റെസല്യൂഷൻ എന്നർത്ഥം. ആക്യുറസി എന്ന് പറയുമ്പോൾ മിനിമം എറർ ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളാണ്. സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ റീഡിംഗ് എടുക്കുന്ന രീതികൾ നന്നായിട്ട് നമുക്കറിയാം. സാധാരണ രൂപത്തിലെ സിമ്പിൾ ആയിട്ട് സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് പിച്ച് ഡിവിഷൻ ബൈ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻസ് എന്നാണ്. പിച്ച് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയും നമ്മുടെ മനസ്സിലേക്ക് വരണേ എപ്പോഴും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഡിവിഷൻ ബൈ ദാറ്റ് നമ്പർ ഓഫ് റൊട്ടേഷൻസ്. അപ്പൊ സാധാരണ രൂപത്തിൽ നമുക്കറിയാം പിച്ച് എന്ന് പറയുന്നത് ഒരു മില്ലിമീറ്റർ എന്നുള്ള ഒരു ആസ്പെക്ട്സിലായിരിക്കും. നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ 100 ആയിരിക്കും. 0.01 mm എന്നുള്ളതാണ് സ്ക്രൂ ഗേജ് ആയിട്ട് പറയാം. അവിടെയും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, സാധാരണ ഒബ്സർവ്ഡ് റീഡിംഗ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പൊ അവിടെ ആദ്യം നമ്മൾ നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്താണെന്ന്
എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നതിന് തൊട്ടു മുന്നേ എന്താണ്? അതിനെ നമ്മൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് നമ്മൾ വിളിക്കും. പ്ലസ് ഇവിടത്തെ റീഡിംഗ് ഏതാണ്? ദാറ്റ് ഈസ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡിങ് ഇൻ ടു ലീസ്റ്റ് കൗണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അവിടെയും മറ്റൊരു കാര്യമുള്ളത്, കറക്റ്റ് റീഡിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറോ എററിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മളിതാ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈനായിട്ട് എടുത്താല് യെസ് ഇങ്ങനെ നിർത്തി നമ്മുടെ ഇതിനെ നമ്മുടെ ഹെഡ് സ്കെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്നത്. സീറോ എറർ കണ്ടുപിടിക്കാൻ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇവിടെയാണ് സീറോ ഇരിക്കുന്നതെങ്കിൽ അവിടെ സീറോ എററിനെ നമ്മൾ പോസിറ്റീവ് സീറോ എറർ എന്നാണ് വിളിക്കുക. അതിന് പകരം അപ്പൊ പോസിറ്റീവ് സീറോ എറർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സീറോയ്ക്ക് മുന്നേ റീഡ് ചെയ്ത് തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം, യഥാർത്ഥ വാല്യൂവിന് മുന്നേ. അപ്പൊ നമുക്ക് കിട്ടുന്നതിനെല്ലാം ഒരു എക്സ്ട്രാ റീഡിംഗ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോ അവിടെ നമ്മുടെ യഥാർത്ഥ ഫോർമുല വരുമ്പോൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള എത്ര വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 3 ആണ് ഡിവിഷൻ വന്നിരിക്കുന്നതെങ്കിൽ 3 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഇനി അതേപോലെ നമ്മുടെ ഇവിടെയാണ് നമ്മളുടെ സീറോ വന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണെങ്കിൽ അവന് നമുക്ക് സീറോ എറർ നെഗറ്റീവ് എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ ഓർക്കണേ, സീറോ എറർ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ഇരിക്കട്ടെ, ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ വേണം ഒബ്സർവ്ഡ് റീഡിങ്ങിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ യഥാർത്ഥത്തിലുള്ള കറക്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് റീഡിംഗ് പ്ലസ് സീറോ കറക്ഷൻ. ഇനി സീറോ കറക്ഷൻ എപ്പോഴും ഓർക്കണേ മൈനസ് ഓഫ് സീറോ എറർ. യഥാർത്ഥത്തിലുള്ള സീറോ എറർ എന്താണോ അതിന്റെ മൈനസ് വാല്യൂ ആയിരിക്കും. അതേ കോൺസെപ്റ്റ് തന്നെ നമ്മളുടെ വെർനിയർ സ്കെയിലിലും ഉപയോഗിക്കാം. അവിടെ നമ്മുടെ ലീസ്റ്റ് കൗണ്ടിനെ പലപ്പോഴും പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് വെർനിയർ കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇതിനെയാണ് നമ്മൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ കാണുന്ന മാതിരി തന്നെ സാധാരണ രൂപത്തില് 1 mm ആയിരിക്കും അതിലെ ഒരു മെയിൻ സ്കെയിൽ ആയിട്ട് വരിക. ദാറ്റ് മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഒരു വെർനിയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിവിഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ രൂപത്തിൽ ഈ ഒരു ഫോർമുല കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ സാധാരണ ഒരു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ എടുക്കാൻ പറ്റുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ 1 VSD നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നും എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 mm ഡിവിഷൻ ബൈ സാധാരണ 10 ആണ്. സോ 0.1 mm ആയിരിക്കും വരിക. ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എത്ര ഡിവിഷൻസ് ഓൺ മെയിൻ സ്കെയിൽ ആണ് വെർനിയർ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം സീറോ എറർ. സീറോ എറർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് അവന്റെ മെയിൻ സ്കെയിൽ എവിടെയെന്നാണ്. ഇത് മെയിൻ സ്കെയിലിന്റെ 0 ആണെങ്കിൽ നമ്മുടെ വെർനിയർ സ്കെയിലിന്റെ 0 ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഇവിടത്തെ 0 ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ സീറോ എറർ പോസിറ്റീവ് ആയിട്ട് പറയാം. അതേപടി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്ക്രൂ ഗേജിനെടുത്ത അതേ കൺസെപ്റ്റ്സ് ഇവിടെ ഉപയോഗിക്കുക. ഫോർമുലയും അങ്ങനെ തന്നെ. സീറോ എറർ പ്ലസ് ആണെങ്കിൽ സീറോ കറക്ഷൻ നെഗറ്റീവ് ആകുക. സീറോ എറർ നെഗറ്റീവ് ആണെങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുക. സോ ഡിയർ വൺ, ഞാൻ സാംസൺ എസ് കഴിഞ്ഞ 20 വർഷമായിട്ട് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും അതോടൊപ്പം റിപ്പീറ്റഡ് സ്റ്റുഡൻസിനും ഫിസിക്സിന്റെ കോച്ചിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യാനും. കൈനമാറ്റിക്സ് നമ്മുടെ 1 ഡയമെൻഷണൽ മോഷനും 2 ഡയമെൻഷണൽ മോഷനും ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. മറ്റു പല ചാപ്റ്ററുകളുമായിട്ട് അത് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കൈനമാറ്റിക്സും നമ്മളുടെ 2Dയുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 1 to 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 കേസസിനെ കുറിച്ചാണ് ഈ ഒരു നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ആദ്യത്തെ കോൺസെപ്റ്റ് ഒന്ന് നോക്കുകയും ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കൈനമാറ്റിക് റിലേഷൻസും ഗ്രാഫിക്കൽ അനാലിസിസും റിലേറ്റീവ് മോഷനും പ്രൊജക്റ്റൈൽ സർക്കുലർ മോഷൻസ്, ഈ ഒരു പാറ്റേണിലുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഓർക്കണേ, നമുക്ക് സാധാരണ രൂപത്തിലെ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി dx/dt നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി എന്നോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നോ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ തന്നെ മറ്റൊരു ആസ്പെക്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ദാറ്റ് ഈസ് ആക്സിലറേഷനെ തന്നെ ഡിസ്റ്റൻസിന്റെ രൂപത്തില് നമുക്ക് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ. ഒരു dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ dx/dt വെലോസിറ്റി ആയിട്ട് എടുക്കുമ്പോൾ v × dv/dx, ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കൺസെപ്റ്റ് ആണ്, മറക്കരുത്. പല സിറ്റുവേഷൻസും തരുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അവിടെ നമ്മുടെ ഇന്റഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കണേ. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനെ നമുക്ക് dv/dt ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് ദ ഫോം ലൈക്ക് ദിസ് വൺ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 3t² + 4t × dt. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റിയിലേക്ക് വരും. വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിലേക്ക് മൂവ് ചെയ്യാൻ വീണ്ടും ഒരു ഇന്റഗ്രേഷൻ കൂടെ. ഹയർ ഓർഡറിലേക്ക് വരാൻ ഡിഫറൻസിയേഷൻ നമ്മൾ നടത്തിയപ്പോൾ ലോ ഓർഡറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേഷൻ നമ്മൾ നടത്തി. ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഗ്രാഫിക്കൽ സിറ്റുവേഷൻ ഇവിടെ വരാൻ സാധ്യതയുള്ളത് നമുക്കൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ആക്സിലറേഷൻ ടൈം കർവ് നമുക്ക് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ലൈക്ക് ദിസ് വൺ. See, that curve we can plot it to be like this one. ഇത് t1, ഇത് t2 എന്നുള്ള കൺസെപ്റ്റിലേക്ക് എടുക്കാം. ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ള കൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഡ്രോ ഇറ്റ്സ് വെലോസിറ്റി ടൈം കർവ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം കർവ് എന്നുള്ള തരത്തിലേക്ക് എടുക്കാം. ഇതെങ്ങനെയാണ് അവിടെ നമ്മളെ ഡിഫറൻസിയേഷൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ നമുക്ക് ആ ടൈം എന്ന് പറയുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം 2 കേസസ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് 0 to t1 എന്നുള്ള സമയം ഒന്ന് സൂക്ഷ്മതയോടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയെ. എന്താണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് v/t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കർവ് അല്ലേ നമുക്ക് കിട്ടും. അടുത്ത t1 മുതൽ t2 വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയെ. അവിടെ ആക്സിലറേഷൻ 0 അല്ലേ. എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. അപ്പൊ t1 to t2 വരുമ്പോൾ കർവ് ആ തരത്തിലായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ടൈം കർവ്. അങ്ങനെയാണെങ്കിൽ അതേ സിറ്റുവേഷനിൽ നമുക്ക് ആക്സിലറേഷൻ ടൈം കർവ് എങ്ങനെ ചിന്തിക്കാം? എവരിബഡി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെ പ്രധാനപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതിലെന്ന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഡിഫറൻസിയേഷൻ കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം എന്നൊരു ആസ്പെക്ട്സിലേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരാം? x/t പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. എക്സ് പ്രൊപ്പോർഷണൽ ടു t² എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പൊ പരാബോളിക് സ്ട്രക്ചർ ആണ്. അപ്പൊ പരാബോളിക് കർവ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണേ, ദിസ് ഈസ് ദ സ്ട്രക്ചർ വി നീഡ് ഇറ്റ്. അടുത്ത് പറയുന്നത് അങ്ങനെയല്ല. t1 to t2 വരുമ്പോൾ ഒന്ന് നോക്കിയേ, ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നല്ലേ. അപ്പൊ എക്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് പറയാം?
ടി ആയിട്ട് നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ആ കർവ് എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് പക്ക സ്ട്രെയിറ്റ് ആയിരിക്കും. സോ ഇങ്ങനെ നമുക്ക് വളരെ ഈസിയോടെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. കൈനമാറ്റിക് റിലേഷൻസ് മറന്നു പോകരുത്. നോക്കി, final velocity v is equal to u0 plus ad. That is a very important one. S is equal to, that is 0 ബേസിൽ ഒരു ഡെഫിനിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്ലസ് v0t പ്ലസ് ഹാഫ് t സ്ക്വയർ എന്ന് പറയാം. അല്ലെങ്കിൽ s minus s0 or that displacement we can say initial velocity into t plus half into at square. അതോടൊപ്പം that final velocity square is equal to initial velocity square plus 2as. ഇതൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വി ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ ടൈം ഇൻറ്റു ടി. ഇത് ഒരു കൈനമാറ്റിക് റിലേഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. പിന്നെ കൂടുതൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു കേസാണ് ഡ്രോപ്ഡ് ബോഡി എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ. ഡ്രോപ്ഡ് ബോഡി എടുക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലെ. അപ്പോ എച്ച് എന്ന് പറയുന്നത് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ ആണെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അതുകൊണ്ട് തന്നെ nth സെക്കൻഡുമായിട്ട് ബേസ് ചെയ്തിട്ട്, അപ്പൊ ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഓർക്കണേ, അത് അതിന്റെ ഓഡ് ഇന്റിജേഴ്സിന്റെ റേഷ്യോ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ അതിന് പകരം ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ടി സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 2t സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 3t സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 4t സെക്കൻഡ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ അത് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ 1:4:9:2 അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കൈനമാറ്റിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വളരെ കൃത്യതയോടെ ശ്രദ്ധിക്കുക. അടുത്ത ഗ്രാഫിക്കൽ അനാലിസിസ്. ഗ്രാഫിക്കൽ അനാലിസിസിലെ പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും രണ്ട് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണേ. സ്ലോപ്പ്, രണ്ട് ഏരിയ. ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ സാധാരണ രൂപത്തിലെ ടൈം ആക്സിസുമായിട്ട് അല്ലെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമ്മൾ ചെയ്യുക. സ്ലോപ്പ് കാണുമ്പോൾ മറന്നു പോകരുത്, പലതരത്തിലുള്ള സ്ലോപ്പുകൾ നമുക്ക് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്ത് നമുക്ക് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. അതിലെപ്പോഴും ശ്രദ്ധിക്കണേ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ തീറ്റ 0 ആണ് അല്ലെ. ടാൻ തീറ്റ അല്ലേ നമ്മൾ സ്ലോപ്പായിട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇവിടത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആയിരിക്കുന്നത് കൊണ്ട് എം എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷെ അതിന് പകരമായിട്ട് ഈ തരത്തിലാണ് വരുന്നതെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ എം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് അതിന് പകരം ഈ തരത്തിലാണ് നമ്മുടെ മൂവ്മെന്റ് എങ്കിൽ അവിടെ ടാൻ തീറ്റ എടുക്കുമ്പോൾ അത് 90 ആകുമ്പോൾ ഉറപ്പിക്കാം എം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറും. അതില് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയിരിക്കണേ. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആൻ ആക്സിലറേറ്റഡ് ബോഡി? വളരെ പ്രധാനപ്പെട്ട കേസാണ്. നമുക്ക് പൊസിഷൻ ടൈം കർവ് ഫോർ രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സി, ഒരു സപ്പോസ് ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരു ബോഡി ആണെങ്കിൽ എന്താണ് പൊസിഷൻ ടൈം കർവ്? അപ്പൊ നമുക്കറിയാം അവിടെ x/t is a constant, so x proportional to time അല്ലെ. This is the curve. This is the situation number 1. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി 0 ആണ് എന്നിരിക്കട്ടെ, അപ്പൊ റെസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ അവന്റെ പൊസിഷൻ ടൈം കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഗോസ് ഓൺ ഇൻക്രീസിങ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ വെലോസിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും വെലോസിറ്റി ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ സ്ലോപ്പിന് എന്ത് സംഭവിക്കും? സ്ലോപ്പ് ഗോസ് ഓൺ ഇൻക്രീസിങ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്.
സോ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ദ കർവ് എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. കാരണം ഈ ഫസ്റ്റ് കേസും ഈ സെക്കൻഡ് കേസും ഈ തേർഡ് കേസും ഒന്ന് എടുത്തേ, അതിന്റെ സ്ലോപ്പ് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. അപ്പോ ആ സ്ലോപ്പ് ഗോസ് ഓൺ ഇൻക്രീസിങ്. അതിന് പകരമായിട്ട് നാലാമത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ദ ഫോർത്ത് വൺ ഈസ് വെലോസിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പൊ വെലോസിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് എന്നൊരു ആസ്പെക്ട് വരുമ്പോൾ അതിന്റെ സ്ലോപ്പ് കുറയാൻ തുടങ്ങണം. അപ്പൊ നോക്കി, ഇപ്പോൾ ഇനിഷ്യൽ സ്ലോപ്പ്, പിന്നെ സ്ലോപ്പ് കുറയുകയാണ്. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് സിറ്റുവേഷൻ. അപ്പൊ ഈ ഗ്രാഫുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം റിട്ടാർഡഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ, വെലോസിറ്റി നെഗറ്റീവ് എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഈ തരത്തിലായിരിക്കും, ബട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, സപ്പോസ് വി ആർ ഡ്രോയിങ് ദാറ്റ് വെലോസിറ്റി ടൈം കർവ്. ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, സപ്പോസ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, വെലോസിറ്റി ഓക്കെ കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിലോ, ആക്സിലറേറ്റഡ് ബട്ട് ഇറ്റ് ഈസ് യൂണിഫോം ആണെങ്കിൽ അവന്റെ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ. അപ്പൊ സ്വാഭാവികപരമായിട്ട് കർവ് ഈ തരത്തിലേക്ക് മാറില്ലേ. ഇനി അടുത്ത മൂന്നാമത് വരാൻ സാധ്യതയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ടൈം. എപ്പോഴും വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ ആക്സിലറേഷൻ തരിക. അപ്പൊ നോക്കണേ, ഇതായിരിക്കും കർവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ തേർഡ് വൺ. കാരണം ഓരോ ഇൻസ്റ്റന്റിലും അവന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗോസ് ഓൺ ഇൻക്രീസിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കേസ്, ആക്സിലറേഷൻ ഡിക്രീസസ് വിത്ത് ടൈം എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ കർവ് മറന്നു പോകരുത്, ഇറ്റ് ഈസ് ദ കേസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാഫിക്കൽ സിറ്റുവേഷൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ഇനി അതോടൊപ്പം തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ. നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റ്, ആ പ്രൊജക്റ്റൈൽ മോഷനെ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആകെപ്പാടെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റി മാത്രമാണ്. മറ്റ് എയർ റെസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള എല്ലാ നെഗറ്റീവ്സിനെയും ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതില് നമ്മുടെ രണ്ട് തരത്തിലുള്ള പ്രൊജക്റ്റൈൽ മോഷൻസ് മിനിമം മനസ്സിലുണ്ടായിരിക്കണേ. അതിൽ ആദ്യം നമുക്ക് നമ്മുടെ ഒബ്ലിക് പ്രൊജക്ഷനെ പറ്റി അതിന്റെ ഇക്വേഷൻസ് പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, എക്കും ബിക്കും ഇടയ്ക്ക് നടക്കുന്ന ഒരു പ്രൊജക്റ്റൈൽ മോഷൻ നമ്മളൊന്ന് അസസ് ചെയ്താൽ, ഇനിഷ്യൽ വെലോസിറ്റി യു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. നമുക്ക് പല കേസസ് നമുക്ക് ഡെയിലി ചെയ്യേണ്ടി വരുന്നു. അതിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർക്കണേ, ഏത് പൊസിഷനിലെയും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ അതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ ആയിരിക്കും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഒരു ഡീഗ്രേഡിങ് ഫാക്ടേഴ്സും ഇല്ലാത്തത് കൊണ്ട് ഏത് പൊസിഷൻ എടുത്താലും നമ്മുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനിലെ കോൺസ്റ്റന്റ് ആയിരിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അതേപോലെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ് ആണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയിരിക്കും, ദാറ്റ് ഈസ് യു സൈൻ തീറ്റ. പക്ഷെ ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഇൻസ്റ്റന്റ് കഴിയും തോറും അവന്റെ വെലോസിറ്റി കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പൊസിഷൻ വരുമ്പോൾ അത് 0 ആകുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ താഴോട്ട് അത് കൂടാൻ തുടങ്ങി. ഇനിഷ്യലി എറിഞ്ഞ അതേ കൺസെപ്റ്റില് അവൻ എത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക.
ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടി സമയം കഴിയുമ്പോൾ അവന്റെ ലൊക്കേഷൻ ഇവിടെയാണെങ്കിൽ അവൻ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ദാറ്റ് എക്സ്. എക്സ് എന്ന് പറയുന്നത് മറക്കരുത് യു കോസ് തീറ്റ ഇൻറ്റു ടി ആയിരിക്കും. അവന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വൈ എന്ന് പറയുന്നത് മറന്നു പോകരുത് യു സൈൻ തീറ്റ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒബ്ലിക് പ്രൊജക്ഷന്റെ റിലേഷൻ എന്ന് മെനഞ്ഞെടുത്താൽ വിക്കരസ് ഓർക്കുക y is equal to tan theta x minus half g x square division by u square. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് നമ്മുടെ 3 പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് പറയാം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവിഷൻ ബൈ 2g. അതോടൊപ്പം മറന്നു പോകരുത് മാക്സിമം ഹൈറ്റിനോടൊപ്പം ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്യാനുള്ള സമയമായിട്ട് എടുക്കുമ്പോൾ അത് ടൈം ഓഫ് അസെന്റ് പ്ലസ് ടൈം ഓഫ് ഡിസെന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ഡിവിഷൻ ബൈ g. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. അതോടൊപ്പം തന്നെ the horizontal range it is supplied by the contributed by the horizontal component of velocity in a time of flight. So we can write it to be u cos theta into yes 2u sin theta by g. ഇതിനെ രണ്ട് തരത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് 2 into initial vertical component horizontal component by g, or we can say u square sin 2 theta division by g. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ടി സമയം കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർക്കണേ ഇവിടത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്നറിയാം. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. അങ്ങനെ നമുക്ക് അവന്റെ റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി എന്ന് പറയുന്നത് യു സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ ടി സ്ക്വയർ മൈനസ് 2u gt sin theta. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അവന്റെ ഓറിയന്റേഷനെ കുറിച്ച് നമുക്ക് പറയാം. that is in expressed in terms of tan alpha is equal to, so that is equal to opposite ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിവിഷൻ ബൈ, so that is u sin theta minus gt division by u cos theta. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. പിന്നെ വർക്ക് പവർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കാം. mgh എടുത്താൽ മതി. കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു ഹയസ്റ്റ് പൊസിഷനിലേതാണെങ്കിൽ അത് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എടുത്താൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള കൺസെപ്റ്റുകളും മറക്കരുത്. പിന്നെ എയും ബിയും തമ്മിലുള്ള അല്ലെങ്കിൽ എയും എച്ചും തമ്മിലുള്ള ഒക്കെ മൊമെന്റം ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയുടെയും വെക്ടർ കൺസെപ്റ്റ് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത് നമ്മുടെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർക്കണേ. അപ്പോൾ എറിയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡ്രോപ്ഡ് ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഇനിഷ്യലി ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കരുത്. അവന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി സമയം കഴിയുമ്പോൾ അവൻ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ എക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം യു ഇൻറ്റു ടി. അതോടൊപ്പം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അവന് കിട്ടിയത് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് √2h/g. എന്തുമാത്രം ഹൈറ്റിലെന്നാണോ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ നടക്കുന്നത് അങ്ങനെ ഈസിയോടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ റേഞ്ച് ആണ് നമുക്ക് ടി സമയം കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സ് എന്ന് പറയുന്നത് യു ഇൻറ്റു √2h/g എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്. ഓക്കെ, സർക്കുലാർ മോഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലുക്ക് ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ ആദ്യം. അപ്പൊ അതിലെ ഡിഫറെന്റ് പാരാമീറ്ററുകളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ഒരു ആന്റി ക്ലോക്ക് വൈസ് മോഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിയൽ വെക്ടേഴ്സ് എല്ലാം
പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യാം. ഒരു സർക്കുലർ മോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ലീനിയർ വേരിയബിൾസ് ഉണ്ടാകണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്, ടാൻജൻഷ്യലാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നത് യെസ് എലോങ് ദി ആക്സിസ് ആയിരിക്കും ആക്ട് ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എസും തീറ്റയും തമ്മിൽ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമെന്നുള്ളത്. ഓർക്കുക, അവയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു തീറ്റ ക്രോസ് ആർ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, അവൻ ഡിസ്പ്ലേസ്മെന്റ് മാറി വരുമ്പോൾ അവന് വെലോസിറ്റി ആയി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോഴും ഓർക്കണേ, നമ്മുടെ വെക്ടർ ഫോം വരുമ്പോൾ വി ഗെറ്റ് ദ ഫോർമുല നോട്ട് ആർ ക്രോസ് ഒമേഗ, ഇറ്റ് ഈസ് ഒമേഗ ക്രോസ് ആർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇനി അതോടൊപ്പം തന്നെ ആംഗുലർ വെലോസിറ്റിയുടെ മറ്റ് റിലേഷനുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണേ. അവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് ആണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോ നമുക്ക് അവിടെ സ്പീഡിന് വ്യത്യാസം വരുമ്പോഴാണ്, അത് എപ്പോഴും ഓർക്കണേ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്പീഡിന്റെ വ്യത്യാസമാണ്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കാര്യമാണ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. അവ തമ്മിലുള്ള റിലേഷനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണേ. എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. സോ വെക്ടർ കൺസെപ്റ്റിൽ നമുക്ക് പറയുമ്പോൾ ആൽഫ ക്രോസ് ആർ ആണെന്നുള്ള കാര്യം മറക്കരുത്. സ്പീഡ് വ്യത്യാസപ്പെട്ടപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടായെങ്കിൽ അവന്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന അവിടുത്തെ ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട 3 പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് വി ഒമേഗ എന്നുള്ള ആസ്പെക്ട് ഒരു കാരണവശാലും മറന്നു പോകരുത്. അവിടെ സാധാരണ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ വെക്ടർ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ ക്രോസ് വി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഒരു മിനിമം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഓർക്കണേ, അവന്റെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആകുന്നത് വഴി എ ടിയും എ ആൽഫയുടെ വാല്യൂം ഒക്കെ അവിടെ 0 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ഒരേ ഒരു ആക്സിലറേഷൻ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും m സ്ക്വയർ ബൈ ആർ, അല്ലെങ്കിൽ mr ഒമേഗ സ്ക്വയർ. അത് പ്രൊവൈഡ് ചെയ്യാൻ ഓരോ സർക്കുലർ മോഷനിലും ഓരോ ഏജൻസീസ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ഒരു ഗ്രാവിറ്റേഷണൽ ആസ്പെക്ട്സ് വരുമ്പോൾ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അതൊരു ഹൊറിസോണ്ടൽ ലെവൽ റോഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ വിൽ ഗീവ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. അതൊരു മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് മാഗ്നറ്റിക് ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് ആയിട്ടുള്ള QEB സൈൻ തീറ്റ ആയിരിക്കും. നമ്മുടെ 2 ഡയമെൻഷണൽ മോഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ലോസ് ഓഫ് മോഷനിലെ നമ്മുടെ വെഹിക്കിൾസിന്റെ മൂവ്മെന്റ് വരുമ്പോൾ ഓർത്തിരിക്കണമേ, ഹൊറിസോണ്ടൽ ലെവൽ റോഡ് ആണ് കേസ് എങ്കിൽ അവിടുത്തെ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്. വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു mu into mg. And keep in mind there the condition എന്ന് പറയുന്നത് centripetal force should be greater, it should be less or compared to the friction there. ഫ്രിക്ഷനെ കാരണവശാലും കൂടുതൽ ആകരുത് അവിടെ വേണ്ട നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഓപ്റ്റിമം സ്പീഡ് വിത്ത് വിച്ച് വി ക്യാൻ move the vehicle is nothing but equal to v should be equal to root of mu times of rg. വളരെ മെമ്മറിയിൽ നമ്മൾ വെക്കേണ്ട കൺസെപ്റ്റ് ആണ്. രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ ലെവൽ റോഡില് മാക്സിമം സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടോർ ബൈക്ക് ലീൻ ഫ്രം ദ വെർട്ടിക്കൽ, അവിടെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? അവിടെ എപ്പോഴും ഓർക്കുക, the weight of the bike rider with the cycle or the bike is acting vertically downward, the reaction is acting perpendicular to the surfaces in contact. അപ്പൊ അവൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കലിലാണ്
നമ്മൾ ഇൻക്ലൈൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആറിനെ രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. സോ ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയും that r sin theta എന്ന് പറയുന്നത് is acting along the radius towards the center, that r sin theta that will provide the necessary centripetal force. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതോടൊപ്പം that r cos theta is balanced with that weight, and we can say that tan theta take the value as is equal to v square division by rg. വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേ സിമിലർ സിറ്റുവേഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് വരുമ്പോഴും ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത കേസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതേ സിറ്റുവേഷൻ, the horizontal component of reaction will provide the necessary centripetal force. കാരണം അവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ the weight mt is acting vertically and the reaction എന്ന് പറയുന്നത് perpendicular to the surface, and we can divide that reaction into two components. അതുകൊണ്ട് തന്നെ ഈ കമ്പോണന്റ് ആർ കോസ് തീറ്റയും ആർ സൈൻ തീറ്റ വിൽ പ്രൊവൈഡ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. പക്ഷെ അവിടെ ബാങ്ക്ഡ് കർവ്ഡ് റോഡിന്റെ കേസിൽ റെയിൽവേ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ഓർത്തിരിക്കുക. ഈ ഔട്ടർ റെയിൽ നമ്മൾ ഹൈക്ക് ചെയ്തത് എച്ച് ആണെങ്കിൽ, സെപ്പറേഷൻ എൽ ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എച്ച് ബൈ എൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കൺസിഡർ ചെയ്യാം. ഒരു അഡീഷണൽ കോൺസെപ്റ്റ് നമ്മുടെ NCERT-യിലുണ്ട്. ഫ്രിക്ഷൻ കൂടെ കൺസിഡർ ചെയ്താൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ ആക്ട് ചെയ്യും ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ്. അവനെ കൂടെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിച്ചെടുത്താൽ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അവിടത്തെ maximum speed കണ്ടുപിടിക്കാൻ the v square by rg should take the value as is equal to tan theta plus mu division by 1 minus mu tan theta. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് ഓപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത 4 കേസും മറക്കരുത്. horizontal level road ആണെങ്കിൽ friction will provide the necessary centripetal force with a good relation as v is equal to root mu rg. If the leaning of the vehicle ആണെങ്കിൽ the horizontal component of reaction അവിടെ friction insufficient ആണെന്ന് ഓർക്കുക. we can take that v is equal to root rg tan theta. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബാങ്ക്ഡ് റോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ മിനിമം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പറയാം v is equal to അല്ലെങ്കിൽ v square by rg എന്ന് പറയുന്നത് tan theta അല്ലെങ്കിൽ h by l ആയിട്ടാണ്. പക്ഷെ വിത്ത് ഫ്രിക്ഷൻ വരുമ്പോൾ കേസ് എൻറ്റയർലി ഡിഫറെന്റ് ആവും. അവിടെ horizontal component of reaction ഓടൊപ്പം തന്നെ friction will provide the necessary centripetal force. So we can take as v square by rg is equal to tan theta plus mu division by 1 minus mu tan theta. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ബിഗ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഓർക്കുക, നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില കേസസ് മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുത്തി 2 സിറ്റുവേഷനുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്ന്, ചേഞ്ച് ഇൻ മൊമെന്റം കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലവും, 2 കൺസർവേഷൻ ഓഫ് മൊമെന്റവും. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള കേരില് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ ന്യൂട്ടന്റെ സെക്കൻഡ് നിയമം പ്രകാരം നമുക്ക് ഈസിയോടെ നമുക്ക് പറയാൻ പറ്റും P is equal to constant ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അത് കൊളിഷൻ ബേസ് ചെയ്ത് പോകണമെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം എടുക്കുമ്പോൾ 2 സിറ്റുവേഷൻസ് എപ്പോഴും ഓർക്കണേ. സി, റിജിഡ് ബൗണ്ടറി, നമുക്ക് m മാസ് ഉള്ള ഒരു ബോഡി ഉണ്ട്, അവന് v വെലോസിറ്റിയിൽ ഇവിടെ വന്ന് വീഴുന്നു. അപ്പൊ അവിടുത്തെ ഇനിഷ്യൽ മൊമെന്റ് p1 എന്ന് പറയുന്നത് സേ ഫസ്റ്റ് കേസ് m1, അവന്റെ വെലോസിറ്റി v1 ആയിട്ട് എടുക്കാം. അവൻ വന്ന് വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് അതേ ഡയറക്ഷനിൽ പോകുന്നു എന്ന് വിചാരിക്കുക p2. അപ്പൊ അവന്റെ വെലോസിറ്റി നമുക്ക് m2 v2 ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വെക്ടർ ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ. ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കണേ, ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം p2 എന്ന് പറയുന്നത് m2 into v2. v2 ഒരു ഡയറക്ഷൻ നമ്മൾ കൊടുക്കണ്ടേ, നമുക്ക് ഉറപ്പായിട്ടും അത് i cap ആയിട്ട് കൺസിഡർ ചെയ്യാം. മൈനസ് p1.
അപ്പോൾ അവിടെ P1 എന്ന് പറയുമ്പോൾ ഓർക്കണേ, അത് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം, M1 V1 എന്ന് പറയുന്നത് യെസ് -I ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മൈനസ് മൈനസ് അവിടെ പോസിറ്റീവ് ആയിട്ട് വരുന്നത് കൊണ്ട് M2 V2 I പ്ലസ് M1 V1. So that is equal to M2 V2 plus M1 V1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും സെയിം ആണെങ്കിൽ 2 into MV എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മൾ എടുക്കുന്ന വാളിനെ ഇപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു മൈനസ് സൈൻ കൂടെ വരും. അതല്ലാതെ എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ചില നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ തരത്തിലല്ല. ഇൻക്ലൈൻഡ് ആയിട്ടാണ് ബോൾ വന്ന് വീഴുന്നത് വിത്ത് എ വെലോസിറ്റി V. എന്നിട്ട് അതേ ആംഗിളിൽ തന്നെ അതേ സ്പീഡിൽ തന്നെ അവൻ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ അവിടെ നമ്മുടെ ഇനിഷ്യൽ കേസിന് നമുക്ക് തൽക്കാലത്തേക്ക് P1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഇത് തീറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് P1 എന്ന് പറയുന്ന വെലോസിറ്റി മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഇത് തീറ്റ ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് P cos തീറ്റ ആയിട്ട് പറയും. ഇതിനെ നമുക്ക് P sin തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ V വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം, അവിടുത്തെ മൊമെന്റത്തെയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് P cos തീറ്റ ആയിട്ട് മാറും, ഇതെന്ന് പറയുന്നത് P sin തീറ്റ ആയിട്ട് മാറും. എന്നിട്ട് രണ്ട് വെലോസിറ്റിയുടെയും രണ്ട് മൊമെന്റത്തിന്റെയും ചേഞ്ച് എടുത്താൽ മതി. അപ്പൊ ഇനിഷ്യൽ മൊമെന്റത്തെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? അത് വെക്ടർ കൺസെപ്റ്റിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ I കമ്പോണന്റ് ആയിട്ട് നമുക്ക് എടുക്കാം, P cos തീറ്റ I. ഇവനെ P sin തീറ്റയെ നമുക്ക് J കമ്പോണന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ P2 എന്ന് പറയുന്ന രണ്ടാമത്തത് എങ്ങനെ എടുക്കാം? അവന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു മൈനസ് വരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. P sin തീറ്റ അവിടെയും മേപ്പോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കണ്ടുപിടിച്ച് P2 minus P1 ആയിട്ട് വരുമ്പോൾ നമുക്ക് -2P cos തീറ്റ into I ആയിട്ട് നമുക്ക് കിട്ടി. സോ ആ ചേഞ്ച് ഇൻ മൊമെന്റം ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയോടെ നമുക്ക് പറയാൻ പറ്റും. സോ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റും ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസും ആ ഡയറക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുതേ. അടുത്ത നമുക്ക് ലിഫ്റ്റ് പ്രോബ്ലം ആണ്. ഒന്ന് ചിന്തിച്ചേ. ഇതില് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ മങ്കി റോപ്പ് പ്രോബ്ലം, ഇതെല്ലാം ലിഫ്റ്റുമായിട്ട് അപ്പാരന്റ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു റോപ്പിലൂടെ ഒരു മങ്കി മുകളിലോട്ട് ആക്സിലറേഷനിൽ കയറിയാൽ ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്താണ്? അല്ലെങ്കിൽ ആ എത്ര മാക്സിമം ആക്സിലറേഷനിൽ മൂവ് ചെയ്യാൻ പറ്റും ടു ദ മങ്കി വിത്തൗട്ട് ബ്രേക്കിംഗ് ദാറ്റ് സ്ട്രിങ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരൊറ്റ ആസ്പെക്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് ആൻ പോസിറ്റീവ് ആക്സിലറേഷൻ അവിടെ വരുന്ന അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് M into G plus A ആയിരിക്കും എന്ന് നമുക്കറിയാം. രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് താഴോട്ട് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് M into G minus A. ഞാൻ ഇതിൽ ഒരല്പം അഡീഷൻ കൂടെ നടത്തുകയാണ്, ശ്രദ്ധിക്കുക. നമുക്ക് ഈ പറയുന്ന കേസ് അതിനോടൊപ്പം സപ്പോസ് എ ലിഫ്റ്റ് ഈസ് റിട്ടാർഡഡ് ഡൗൺവേർഡ്, താപ്പോട്ട് റിട്ടാർഡേഷൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് റിട്ടാർഡേഷൻ, താഴോട്ടാണ് മോഷൻ, പക്ഷെ ആക്സിലറേഷൻ അവിടെ നെഗറ്റീവ് ആണ്, മുകളിലോട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, സാധാരണ നമുക്കറിയാം താപ്പോട്ട് വരുമ്പോൾ M into G minus A എന്നാ പറയുന്നത്. അപ്പൊ താഴോട്ട് നെഗറ്റീവ് വരുമ്പോൾ അവിടെ അതെന്തായിട്ട് മാറും? പ്ലസ് ആവും. അപ്പോ മുകളിലോട്ട് ആക്സിലറേഷനോ താഴോട്ട് റിട്ടാർഡേഷനോ വന്നാൽ അവന്റെ എഫക്റ്റീവ് അപ്പാരന്റ് വെയിറ്റ് കൂടുമെന്നുള്ള കാര്യം ഓർക്കുക. അതേപടി തന്നെ താഴോട്ട് ആക്സിലറേഷനോ അല്ലെങ്കിൽ മുകളിലോട്ട് റിട്ടാർഡേഷനോ ആണ് വരുന്നതെങ്കിൽ ഓർക്കുക അവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് മുകളിലോട്ട്. അങ്ങനെ വരുമ്പോഴും നമുക്ക് വെയിറ്റ് ഡിക്രീസസ് ആണെന്നുള്ള കാര്യം ഓർക്കുക.
മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് അല്ലെങ്കിൽ മങ്കി റെസ്റ്റിലാണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ കേസ് ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ, സാറ്റലൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവിടത്തെ നമുക്ക് m(g-a) എന്ന് പറയുമ്പോൾ അവിടെ ക്യാൻസൽ ആയിട്ട് ആ പാരന്റ് വെയിറ്റ് 0 ആയി മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു m മാസിനെ ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കി വെക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, അതിന്റെ മൂവ്മെന്റിൽ വരുമ്പോൾ അപ്ത്രസ്റ്റ് കാരണം ജിക്കുണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണേ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിന്റെ ആപ്ലിക്കേഷനിൽ വരെ ഇത് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. That is sigma is the density of the liquid under consideration, and rho is said to be the density of the body under consideration. So ഈ 5 കേസസും നമ്മുടെ അപ്പാരന്റ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട കേസാണ്. കണക്റ്റഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സിലബസ് പ്രകാരം ഓർക്കണേ, ദാറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ്. നമ്മൾ സ്ട്രിങ് മാസ്ലെസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സ്ട്രിങ് മാസ്ലെസ് ആണെങ്കിൽ ആ ബിറ്റ്വീൻ ദ ടു കണക്ഷൻസ് എപ്പോഴും ടെൻഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. കണക്ട് ചെയ്തിരിക്കുന്ന ബോഡീസ് എല്ലാം കോൺസ്റ്റന്റ് ആക്സിലറേഷനിലായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമ്പർ 1, 2, 3, then is this one. ഒരു പുള്ളി ഉണ്ടെന്നിരിക്കട്ടെ, m1 എന്ന് പറയുന്ന വെയിറ്റ്, m2 എന്ന് പറയുന്ന വെയിറ്റ്. 3 വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഈ ഒരു കേസസിൽ നിന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരൊറ്റ റിലേഷൻ, ഒരൊറ്റ കേസ് നിങ്ങൾ പഠിച്ചിരുന്നാൽ, അതിന്റെ 3 കേസസും പഠിച്ചാൽ 3 ക്വസ്റ്റ്യൻ ആൻസർ ഈ പറയുന്ന എല്ലാത്തിനും. ഇതോടൊപ്പം ഒരു കേസ് കൂടെ ഉണ്ട്, നമുക്ക് ആ ഒരു കേസ് ജനറലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട കേസ് ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു നമ്മളുടെ പുള്ളി. സോ അവിടെ ഇവന്റെ മാസ് നമുക്ക് m1 ആയിട്ട് എടുക്കാം. അവൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ആൽഫ ആയിട്ട് എടുക്കാം. സ്ട്രിങ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മാസ്. നമുക്ക് m2 ആയിട്ട് എടുക്കാം. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ആംഗിള് ബീറ്റ ആകട്ടെ. നമുക്ക് ടെൻഷൻ യൂണിഫോം എന്ന് നമുക്ക് പറയാം. സപ്പോസ് m2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ m1 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട 3 കേസസ്. അതിൽ ആദ്യത്തേത് വളരെ സിമ്പിൾ ആണ്, ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, m2g സൈൻ ബീറ്റ ആയിരിക്കും മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. ഈ m2g ആദ്യം എടുത്തത് m2 കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. ദെൻ m1, അപ്പൊ m1g സൈൻ ആൽഫ എന്ന് നമുക്ക് എടുക്കാം. That division by the total mass m1 plus m2. ഇനി അതോടൊപ്പം വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്. സോ വി ക്യാൻ സേ ദാറ്റ് m1 m2 that the division by m1 plus m2 into that sin alpha plus sin beta. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. അതോടൊപ്പം ചില എക്സാമുകളില് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ്, ഈ ടി ഇങ്ങനെ ഒരു ടെൻഷൻ നമ്മുടെ പുള്ളിക്ക് കൂടുകയാണെങ്കിൽ പുള്ളിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ റിയാക്ഷൻ എന്താണ്. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദാറ്റ് 1 by the equation as is equal to root of 2t square into that 1 minus cos of alpha plus beta. ഇതാണ് കേസ്. ഈ 3 റിലേഷനും നിങ്ങൾ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പഠിച്ചാൽ
നേരിട്ട് നമ്മുടെ ഈ പറയുന്ന കേസസിലേക്കെല്ലാം എത്താം. ബൈ ടേക്കിംഗ് ദ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഹൗ? ഇത് നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റിന്റെ ആൽഫ എന്ത്, ബീറ്റ എന്ത്? സൂക്ഷിച്ചു നോക്കിയേ, ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? യെസ് അണ്ണോ? യെസ്. അതെങ്ങനെയായി? സ്ട്രെയിറ്റ് ആയി. അപ്പൊ എന്തായിട്ട് മാറി? 90 ഡിഗ്രി. ആൽഫ 90, ബീറ്റ 90. പുട്ട് ചെയ്തേ, ആക്സിലറേഷൻ എന്തായി? m2g മൈനസ് m1g ബൈ m1 പ്ലസ് m2. നമ്മൾ പഠിച്ചിട്ടുണ്ട് m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു g. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെൻഷൻ എന്തായിട്ട് മാറും? 2m1 m2 ബൈ m1 പ്ലസ് m2 അല്ലേ? സൈൻ ആൽഫ സൈൻ 90 സൈൻ 90 1 പ്ലസ് 1 2m1 m2. അങ്ങനെയാണെങ്കിൽ ത്രസ്റ്റ് ഇങ്ങനെ ഒരു ടി, ഇങ്ങനെ ഒരു ടി, ത്രസ്റ്റ് അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ത്? 2t അല്ലേ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ആൽഫ പ്ലസ് ബീറ്റ. യെസ്, ആൽഫ പ്ലസ് ബീറ്റ 90 പ്ലസ് 90. So that is a very important one. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസിയോടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതേ. കാരണം കോസ് ആൽഫ 90 പ്ലസ് 90 180, കോസ് 180 മൈനസ് 1 മൈനസ് 1 മൈനസ് പ്ലസ്, അപ്പൊ 2 2 into 2 4. സോ 2t ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എളുപ്പമാണ്. അപ്പൊ ഇനി ഈ കേസിൽ, രണ്ടാമത്തെ കേസിൽ ആൽഫ എന്ത്? ആൽഫ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? അത് ഇങ്ങനെയായി അല്ലെ? അപ്പൊ ആൽഫ 0 ആയി. ബീറ്റ എന്തായി? ഇങ്ങനെ തന്നെ അല്ലെ? അപ്പൊ അതെന്താണ്? 90 ആയി. പുട്ട് ചെയ്താൽ പോരെ. അപ്പൊ ഈ കേസിൽ എങ്ങനെ വരും? ആൽഫ ആൽഫ ആയിട്ട് തുടരുകയാണ്. ബീറ്റ എന്തായിട്ട് മാറി? വെർട്ടിക്കലായി. അപ്പൊ എത്രയായി? 90 ഡിഗ്രി. പുട്ട് ചെയ്യുക. ഈ പറഞ്ഞ 3 കേസസും പഠിച്ചിരിക്കുക. അപ്പോ ആക്സിലറേഷൻ ഓൺ ദ ഡബിൾ ഇൻക്ലൈൻഡ് ആയിക്കോട്ടെ, സിംഗിൾ ഇൻക്ലൈൻ ആയിക്കൊള്ളട്ടെ, ഡെസ്ക് ടൈപ്പ് കേസ് ആയിക്കൊള്ളട്ടെ, സിംഗിൾ പുള്ളി ടൈപ്പ് ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും ഒരൊറ്റ കേസ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കണക്റ്റഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മൾട്ടി ഓബ്ജക്ട്സുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതല്ലെങ്കിൽ ഒരു സ്ട്രിങ് ബേസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് വലിച്ചു പോകുന്ന സിറ്റുവേഷൻ, വലിക്കുകയോ ഇൻക്ലൈൻഡ് ആവുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇൻക്ലൈൻഡ് ആവുക വരുമ്പോൾ ഇതിന്റെ കമ്പോണന്റ് എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കാം. ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. സോ എഫ് കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവന്റെ മാസ് m1 ഇത് m2 ഇത് m3 ആണെങ്കിൽ ഇവിടത്തെ ടെൻഷൻ എന്ന് പറയുന്നത് T1 ഇത് T2 ആണെങ്കിൽ T1 എന്ത് T2 എന്ത് എന്നുള്ള ക്വസ്റ്റ്യനുകൾ സ്ഥിരതയോടെ വരുന്ന കേസസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം വാട്ട് ഈസ് T1? അപ്പോൾ T1 എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ബാക്കിയുള്ള മാസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ബൈ ടോട്ടൽ മാസ് എടുക്കുക ഇൻറ്റു ടോട്ടൽ ഫോഴ്സ് നമ്മൾ കൊടുത്താൽ. അങ്ങനെയാണെങ്കിൽ T2 എന്തായിരിക്കും? അപ്ലൈ ചെയ്യുന്നത് ഇതിലാണ് അല്ലെ? അപ്പോൾ ബാക്കിയുള്ള മാസസ് എന്താണ്? m1 plus m2 by the total mass m1 plus m2 plus m3 that much into f dash. ഇനി സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പ്രിങ്ങിന്റെ റീഡിങ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, അതിന് ഒരു റിജിഡ് ബൗണ്ടറി നീഡഡ് ആണ്. എന്നിട്ട് താഴെ നമ്മൾ ഹാങ് ചെയ്യുന്ന വെയിറ്റ് ആണ് അവിടെ റീഡിംഗ് ആയിട്ട് നമുക്ക് വരിക. അത് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോസ് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങില് നമ്മൾ ഒരു എൻഡിലും മറ്റേ എൻഡിലും ഒരേ വെയിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടി മാത്രമേ, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് മാത്രമേ ബാലൻസിൽ റീഡ് ചെയ്യൂ എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ഇതേപോലെ ഇപ്പൊ ഇവിടെ ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്പ്രിങ് കൂടെ കണക്ട് ചെയ്തിട്ട് മാസ് നമുക്ക് കണക്ട് ചെയ്യാം 15 കിലോഗ്രാം. ഈ R1ലെയും ഈ R2ലെയും റീഡിങ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊരു ചോദ്യം വരാം. എപ്പോഴും ഓർക്കണേ, രണ്ട് റീഡിങ്ങും സെയിം തന്നെയായിരിക്കും കാണിക്കുക. കാരണം സ്പ്രിങ്ങിന് നമ്മൾ മാസ്ലെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ ഫ്രിക്ഷൻ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, നമ്മുടെ സാധാരണ രൂപത്തിലുള്ള ഗ്രാഫിക്കൽ കൺസെപ്റ്റ് ഒക്കെ ഓർത്തിരിക്കണം. നമ്മുടെ ഫ്രിക്ഷൻ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഉറപ്പായിട്ടും സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. അത് അതേപടി തന്നെ ചിന്തിക്കുക. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറഞ്ഞിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ബോഡി താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കണേ,
ഏതൊക്കെ ഫോഴ്സസ് ആണ് വരുന്നത്? ഒന്ന് mg sin θ. മുകളിലോട്ട് ആരുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ mg sin θ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എപ്പോഴും mg sin θ മൈനസ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് μmg cos θ ആയിരിക്കും, മറക്കരുത്. പക്ഷെ ഇവിടെ ഒരു സിറ്റുവേഷൻ, ഒരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് നമ്മൾ ഇവനെ മുകളിലോട്ട് വലിക്കാനാണ് ശ്രമിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ നെറ്റ് കോൺസെപ്റ്റ് എന്താണ്? അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, അവന്റെ വെയിറ്റ് കമ്പോണന്റ് ഇങ്ങോട്ട് തന്നെയാണ്, അതിനകത്ത് ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇവൻ മുകളിലോട്ട് പുൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഫ്രിക്ഷന്റെ കൺസെപ്റ്റും ഇതേ ഡയറക്ഷനിൽ തന്നെ വരും. അപ്പൊ മിനിമം നമ്മൾ കൊടുക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ആ ഫ്രിക്ഷൻ പ്ലസ് mg sin θ ആയിരിക്കും അവിടുത്തെ ഫോഴ്സ് ആയിട്ട് വരിക. ഇത് ഇൻക്ലൈൻഡ് പ്ലെയിനുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇതിൽ തന്നെ വർക്ക് നമുക്ക് വരാം. വർക്ക് വരുമ്പോൾ ഈ ഫോഴ്സിനോടൊപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൂടെ എടുക്കാൻ ശ്രദ്ധിക്കാം. അതേപടി തന്നെ ചിലപ്പോൾ പവർ ചോദിക്കാം. അപ്പോഴും നമ്മൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ പുൾ ഇറ്റ് ഓൺ ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് mg sin θയുടെ അതേ ഡയറക്ഷനിൽ തന്നെ വരുന്നു എന്നുള്ളത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് വളരെ പ്രധാനപ്പെട്ട കേസാണ്. നമുക്ക് വർക്ക് പവർ എനർജിയാണ്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ പോലും നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കേസസ് ആണ്. ഇതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട കേസസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു ഈക്വൽ കോൺസെൻട്രേഷനിൽ പല വർഷങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം വർക്കായാലും പവർ ആയാലും വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും കൊളീഷൻ ആണെങ്കിലും. അപ്പൊ അതില് നമുക്ക് വർക്ക് പവറിലെ നമ്മുടെ നോർമൽ കേസസിനെ കുറിച്ച് പറയുന്നില്ല. അവിടെ തീറ്റ വേരി ചെയ്യുന്നതിനനുസരിച്ച് അത് പ്ലസോ മൈനസോ സീറോ ഒക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷെ വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നമ്മളിപ്പോ ബോഡി മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് തീറ്റ ആംഗിളിലാണെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ എ ടു ബി ആണ് മൂവ് ചെയ്യുന്നു, ഒരു വേരിയബിൾ ഫോഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എഫ് ഇൻറ്റു ഡി എസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്, ഫ്രം ദ ലിമിറ്റ് എ ടു ബി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തേണ്, ഇതൊരു 2 ഡയമെൻഷണൽ കൺസെപ്റ്റിലാണ് അല്ലെ. ചിലപ്പോൾ അത് 3 ഡയമെൻഷനും ആകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും 3 ടേമുകൾ അവിടെ കണ്ടുപിടിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് എ പൊസിഷൻ, നമുക്കത് എക്സ് എ ടു എക്സ് ബി, എക്സ് ആക്സിസിൽ എങ്ങനെയാണ്. സോ നമുക്ക് അവിടെ എഫ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന് പകരം വൈ എ ടു വൈ ബി ഇൻറ്റു എഫ് ഇൻറ്റു ഡി വൈ, സെക്കൻഡ് കൺസെപ്റ്റ് ആയി. ഇനി ഇസഡ് കൺസെപ്റ്റും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇസഡ് എ ടു ഇസഡ് ബി ഓഫ് എഫ് ഇൻറ്റു ഡി ഇസഡ് എന്നൊരു ആസ്പെക്ട്സിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ദയവേത് ശ്രദ്ധിക്കാം. ഇനി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പ്രോബബിലിറ്റി വരുന്ന ഒരു കേസാണ്, ഒരു ഡെസ്കിനെ നമ്മളൊരു ചെയിൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിന്റെ 1/n ബോട്ടത്തിലേക്ക് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര വർക്ക് ചെയ്താലാണ് ആ 1/n പോർഷൻ ഓഫ് ദാറ്റ് ചെയിൻ നമ്മുടെ ഡെസ്കിന്റെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? അവിടെ ചെയ്യേണ്ട വർക്ക് നമ്മുടെ മനസ്സിൽ ഓർക്കണേ, mg ഇൻറ്റു എൽ സ്ക്വയർ ഡിവിഷൻ ബൈ ദാറ്റ് mg എൽ ഡിവിഷൻ ബൈ 2n സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അത് നമുക്ക് ചോദ്യത്തിന് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. mgl ഡിവിഷൻ ബൈ 2n സ്ക്വയർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്പെക്റ്റ് ആണ്, മറന്നു പോകരുത്. അടുത്ത് നമ്മുടെ പവർ വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ട കേസിലുള്ള ഇക്വേഷൻ ആണ്. സാധാരണ നമ്മൾ സിമ്പിൾ ആയിട്ട് പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആയിട്ട് പറയും അല്ലെ. വർക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് പറയാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എഫ് ഡബ്ല്യു. ഇനി നമ്മുടെ ഇപ്പൊ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട് കേസ് എടുക്കുമ്പോൾ അതൊരു വേരിയബിൾ കൺസെപ്റ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് വേരിയബിൾ കൺസെപ്റ്റ് വന്നാലേ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പവറിന്റെ കൺസെപ്റ്റ് വരുമ്പോൾ ഓർക്കണേ, ഇൻറ്റു വി ആയിട്ട് കൂടെ വരുമ്പോൾ വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരു ബോഡിയെ എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മോട്ടോറൊക്കെ ചെയ്യേണ്ട വർക്കിനെ പറ്റി അല്ലെങ്കിൽ അത് ബേസ് ചെയ്യുന്ന പവറിനെ കുറിച്ച് വരുമ്പോൾ
നമ്മുടെ മനസ്സിൽ വരേണ്ട റിലേഷൻ മറക്കണ്ട. MgH ഡിവിഷൻ ബൈ T എന്നുള്ള ഒരു ആസ്പെക്ട് എപ്പോഴും മനസ്സിലേക്ക് ഓർക്കണം. ഇനി പവർ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് കൈനറ്റിക് എനർജി. അപ്പൊ ഈ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഒരു സ്കേലാർ കൺസെപ്റ്റ് ആണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിലെടുക്കണേ. ഒന്ന് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ട് മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഇത് വെച്ച് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മൊമെന്റവും കൈനറ്റിക് എനർജിയും ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും എറർ ഇക്വേഷൻ ഉപയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈനറ്റിക് എനർജി മൊമെന്റുമായിട്ടുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഡെൽറ്റ KE ബൈ KE എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡെൽറ്റ P ബൈ P എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കരുത്. കാരണം എറർ റിലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10% മാത്രമേ വാലിഡ് ഉള്ളൂ. കാരണം നമ്മുടെ ഡിവൈസസുമായിട്ട് വരുന്ന എറർ എന്ന് പറയുന്നത് വളരെ മിനിമം ആണ് എന്നൊരു കൺസെപ്റ്റ് ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പൊ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ മൊമെന്റത്തിന് ഒരു റിലേഷൻ എഴുതുകയാണെങ്കിൽ √2m ഇൻറ്റു കൈനറ്റിക് എനർജി വരും. അതൊരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ മറന്നു പോകരുത്, Q ഇൻറ്റു പൊട്ടൻഷ്യൽ. ഇത് ബേസ് ചെയ്തിട്ട് പലപ്പോഴും നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റ് ആണ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് കൈനറ്റിക് എനർജി ആൻഡ് ദാറ്റ് മൊമെന്റം ഓർ വിത്ത് V. അവിടെ കൈനറ്റിക് എനർജിയും വിയുമായിട്ട് പക്ക സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ പരാബോളിക് സ്ട്രക്ചർ ആയിരിക്കും കർവ് വരിക. അതിന് പകരം മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എനർജി വേഴ്സസ് നമുക്ക് സേ മാസുമായിട്ടാണെങ്കിലും മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്നൊരു കൺസെപ്റ്റ് കൂടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കർവ് ഇതേ തരത്തിലായിരിക്കും വരിക. അപ്പൊ ഇതേപോലത്തെ കേസസ് പ്രോബ്ലം നമ്മുടെ ഗ്രാഫിക്കൽ സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റും. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാല് നമുക്കതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താല് ഒരു ചെറിയ ബോബ് ഒരു സ്ട്രിങ്ങിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അവനൊരു ഇനിഷ്യലായിട്ട് ഒരു U വെലോസിറ്റി ഒരു കൈനറ്റിക് എനർജി ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ സർക്കുലർ പാത്ത് അവൻ ചെയ്യും. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു 3 പോയിന്റുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ക്യാപിറ്റൽ M മിഡിൽ പോയിന്റ്, ഇത് ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീറ്റ ആംഗിളിൽ ഉള്ളപ്പോൾ ഇവന്റെ ലൊക്കേഷൻ ഇതാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് mg ആണ്, ടെൻഷൻ അലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദി സെന്റർ. അങ്ങനെ വരുമ്പോൾ ടെൻഷൻ അറ്റ് എനി പോയിന്റ് കണ്ടുപിടിക്കാനുള്ള രണ്ട് റിലേഷൻസ് എപ്പോഴും ഓർത്തിരിക്കണേ. ഒന്ന് mg cos theta പ്ലസ് m into velocity at that point, the division by mv square by r. ഓർക്കുക, ഈ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമ്പോൾ തീറ്റ 0 ആണ്. നമ്മുടെ m എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എടുക്കുമ്പോൾ തീറ്റ 90 ആണ്. h എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എടുക്കുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 180 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടെൻഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും എവിടെ? അറ്റ് h. മാക്സിമം ആയിരിക്കും എവിടെ? അറ്റ് ദിസ് ഇനിഷ്യൽ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഹാവ് ദ ചാൻസ് ഫോർ ദ സ്ട്രിങ് ടു ബ്രേക്ക് അറ്റ് ലോവസ്റ്റ് പോയിന്റ്. അത് മനസ്സിൽ ഓർക്കുക. അതോടൊപ്പം നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി പ്രകാരം നമ്മൾ ടെൻഷനെ റെപ്രസെന്റ് ചെയ്താൽ യു ക്യാൻ യൂസ് ദ റിലേഷൻ ആസ് m/r ഇൻറ്റു u സ്ക്വയർ മൈനസ് 3gh പ്ലസ് gr. അവിടെ h എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണേ, ഈ പൊസിഷൻ ബേസ് ചെയ്തിട്ട് അവന് കിട്ടുന്ന ഹൈറ്റ് ആണ്. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ അത് 0 ആണ്. m എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോൾ അത് 6 ആണ്. അത് h എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോൾ 2r ആണ് എന്ന് ഓർക്കുക. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിമം സർക്കുലർ മോഷൻ വെർട്ടിക്കലി ആണ് നടത്തുന്നതെങ്കിൽ മിനിമം നീഡഡ് വെലോസിറ്റി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു √5gr. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് √5gr. ആ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ജസ്റ്റ് ലൂപ്പ് ചെയ്യും, ജസ്റ്റ് ലൂപ്പിംഗ് ദ ലൂപ്പ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് m എന്ന് പറയുന്ന പൊസിഷനിൽ വരുമ്പോൾ അത് √3gr
ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ റൂട്ട് GR ആയിരിക്കും. അവിടുത്തെ മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ അത് 6 mgയും ഇവിടെ 3 mgയും ഇവിടെ റഫ്ലി നമ്മൾ 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എപ്പോഴും ഓർക്കുക, ഏത് സ്പീഡ് കേസ് എടുത്താലും ടെൻഷൻ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് മൈനസ് ടെൻഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ഒരു 6 ടൈംസ് ഓഫ് mg ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെലോസിറ്റിയുമായിട്ടുള്ള ഇക്വേഷൻ എടുക്കുമ്പോൾ അറ്റ് ഡിഫറെന്റ് കൺസെപ്റ്റില് നമ്മുടെ വൺ ഡയമെൻഷണൽ സ്ട്രാറ്റജി എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദാറ്റ് v is equal to root of u² മൈനസ് 2gh എന്ന് പറയുന്ന കൺസെപ്റ്റ്. പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഓർക്കുക, mgh ഒക്കെ വരുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് എപ്പോഴും ഓർക്കണേ. mgh എന്നുള്ള ഇക്വേഷൻ, ഇതിലെ പൊട്ടൻഷ്യൽ എനർജി ഒരു കൺസർവേറ്റീവ് ഫോഴ്സുമായിട്ട് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് മൈനസ് du/dr ആണെന്നുള്ള കാര്യം ഓർക്കുക. സ്പ്രിങ്ങുമായിട്ട് നമുക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -12kx² ആണെന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമ്മുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയവുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ഓർക്കണേ. നമ്മളൊരു കോൺ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു 3 പാറ്റേണിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ സെന്റർ ഓഫ് മാസ് ലൊക്കേഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഏത് ഓറിയന്റേഷൻ വന്നാലും ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവനെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുക. ഈ കേസാണ് നമുക്ക് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നൊരു കണ്ടീഷൻ. ഇവനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദാറ്റ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ d²u/dr² എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുമ്പോൾ d²u/dr² എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം വരുമ്പോൾ d²u/dr² എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇത് നിങ്ങളുടെ, കാരണം ഇത് ബേസ് ചെയ്ത് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇപ്പൊ u = s(x²) - bx എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വിലിബ്രിയം സെപ്പറേഷൻ? ഇക്വിലിബ്രിയം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് 0 ആയിരിക്കും എന്നാണ് അർത്ഥം. ഇനി സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ എന്നുള്ള കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. ഇനി കൊളീഷൻ, 3 തരത്തിലുള്ള കേസസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? സാധാരണ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊരു കൺസെപ്റ്റ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. അവിടെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ ദേ കമ്പൈൻ ടുഗദർ, ദേ ആർ മൂവിങ് എന്നുള്ള കൺസെപ്റ്റിൽ. ഇൻ ബിറ്റ്വീൻ കേസസ് ആണെങ്കിൽ നമുക്ക് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് <1>നും 0ക്കും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അവിടെ സാധാരണ രൂപത്തില് അത് ഇലാസ്റ്റിക് ആയിക്കൊള്ളട്ടെ ഇൻഇലാസ്റ്റിക് ആയിക്കൊള്ളട്ടെ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കാം. പക്ഷേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകണമെങ്കിൽ അത് ഇലാസ്റ്റിക് കൊളിഷൻ തന്നെയായിരിക്കണം. ഇലാസ്റ്റിക് കൊളിഷൻ നമുക്കൊന്ന് ചിന്തിക്കാം. സപ്പോസ് ബിഫോർ കൊളിഷൻ m1ന് u1 വെലോസിറ്റിയും m2 എന്ന് പറയുന്നതിന് u2 വെലോസിറ്റിയും ഉണ്ട് എന്നിരിക്കട്ടെ. ആഫ്റ്റർ കൊളിഷൻ ഹെഡ് ഓൺ ചെയ്തതിന് ശേഷം m1ന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v1ഉം m2ന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v2ഉം ആണെങ്കിൽ എങ്ങനെ v1 കണ്ടുപിടിക്കാം, എങ്ങനെ v2 കണ്ടുപിടിക്കാം? എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഇത് ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ v1 കണ്ടുപിടിക്കുമ്പോൾ ഓർക്കണേ m1 - m2 ഡിവിഷൻ ബൈ ദാറ്റ് m1 പ്ലസ് m2 into u1 പ്ലസ് 2m2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 that much into u2. അതേപടി തന്നെ v2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? So that is equal to 2m1 division by m1 plus m2 into that u1 plus m2 minus m1 division by m1 plus m2 into that u2. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. ഇനി കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ട്
ഈ റെസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു സർഫസിലെ ഒരു h ഹൈറ്റിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് ഇട്ടാൽ, ഡ്രോപ്പ് ചെയ്താൽ, അത് അവിടെ കൊളിഷൻ നടത്തി n ഇമ്പാക്ട്സ് വരെ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ, കീപ് ഇൻ മൈൻഡ്, have to find the very important concept. What is the velocity after n impacts? So that is e raised to n times of the first value. v0 എന്ന് പറയുമ്പോൾ h ഹൈറ്റിൽ നിന്ന് താഴെ വരുമ്പോഴുള്ള വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ nth ഇമ്പാക്ട് കഴിയുമ്പോൾ അവന്റെ ഹൈറ്റ് എത്രയായിരിക്കും? e raised to 2n times of h. എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും അവൻ ട്രാവൽ ചെയ്തിരിക്കുക? h into 1 plus e square division by 1 minus e square. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ടൈം എടുത്തതിന് ശേഷമായിരിക്കും അത് സംഭവിക്കുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2h by g into 1 plus e by 1 minus e. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വളരെ മൊമെന്റം ഒക്കെ നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ മാസിന്റെ വെലോസിറ്റി എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് എടുക്കാം. എന്നാലും ദ ടോട്ടൽ മൊമെന്റം എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ v0 into 1 plus e division by 1 minus e. അപ്പൊ ഇത് n ഇമ്പാക്ട്സ് കഴിയുമ്പോഴുള്ള കേസസ് ആണ്. റിവിഷൻ എടുക്കുക. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ് റൊട്ടേഷണൽ മോഷൻ. നമ്മുടെ ഫസ്റ്റ് വോളിയത്തില് പ്രോമിസിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് റൊട്ടേഷണൽ മോഷൻ. അതിലെ എല്ലാ സെക്ഷനുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് നോട്ട് ഓൺലി അവർ സെന്റർ ഓഫ് മാസോ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയോ അല്ലെങ്കിൽ റിജിഡ് ബോഡി ഡൈനാമിക്സോ, എവരിത്തിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നോക്കിയേ, സെന്റർ ഓഫ് മാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ പറയുന്നത്, നമ്മൾ സാധാരണ ഒരു ജോമെട്രിക്കൽ സെന്റർ ആയിരിക്കും നമ്മൾ സാധാരണ മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി സ്പിയറോ റിങ്ങോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതല്ലാത്ത ചില കേസസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കി. ഒന്ന്, നമുക്കൊരു സെമി സർക്കുലർ റിങ് വന്നാൽ അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ്, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ഈ പൊസിഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഞാൻ y1 ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് y1 ടേക്ക് ദി വാല്യൂ ആസ് 2r/5. അപ്പൊ അതിന് പകരമായിട്ട് അതൊരു ഡിസ്ക് ആണെങ്കിലോ, അവിടെ നമുക്ക് y2 ആയിട്ട് എടുക്കാം. ദാറ്റ് വാല്യൂ ഈസ് 4/3r/5. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷെല്ലാണ്. ഇത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സഹായത്തിന് ഉണ്ടാകും. സോ y3 എന്ന് പറയുന്നത് എസ്പെഷ്യലി r/2 ആണ്. അതൊരു സോളിഡ് സ്പിയർ ആണെങ്കിൽ ദാറ്റ് y4 we can write it to be as is equal to 3/8r. ഇത് മെമ്മറി ഉള്ളവരൊന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ കോണുമായിട്ട് ചോദിച്ചു, ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് സാധാരണ രൂപത്തില് h/4ന്റെ മുകളിലാണ് സെന്റർ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ആണ്, ചിലപ്പോൾ അത് സോളിഡ് സ്ഫിയർ ഒക്കെ ആകാം. അപ്പൊ അതിലൊന്ന് ഒരു ഇത്ര പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തായിരിക്കും റിമൈനിങ് ലൊക്കേഷൻ ഓഫ് ദ, എവിടെയായിരിക്കും സെന്റർ ഓഫ് മാസ്? അപ്പൊ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാ ഈ ഫോർമുല എപ്പോഴും ഓർക്കണേ, m1x1 മൈനസ് m2x2 ഡിവിഷൻ ബൈ m1 മൈനസ് m2. അതൊരു ഡിസ്ക് ഷേപ്ഡ് ആണെങ്കിൽ മാസിന് പകരമായിട്ട് നമുക്ക് ഏരിയ കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. കാരണം ഡെൻസിറ്റി നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കളയാം. ഇനി അതല്ല സോളിഡ് സ്പിയർ ആണെങ്കിൽ ഏരിയയ്ക്ക് പകരം വോളിയം നമ്മൾ എടുത്താൽ മതിയാണ്. ഇനി എന്താണ് 1, എന്താണ് 2? 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾ ആയിട്ടുള്ളതിനെ കൺസിഡർ ചെയ്യാം. 2 എന്ന് പറയുന്നത് കട്ട് ഔട്ട് ആയിട്ടുള്ള സംഗതിയായിട്ട് എടുക്കാം. അപ്പോൾ അവിടെ x2 എന്നൊക്കെ പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ കട്ട് ഔട്ട് ഫ്രം ദ കോമൺ വൺ. അപ്പൊ കോമൺ ആയിട്ട് സാധാരണ നമ്മളിത് ഇങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ ബിഗർ വൺ യഥാർത്ഥ ടോട്ടൽ വണ്ണിന്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. x2 എന്ന് പറയുമ്പോൾ ഇവന്റെ സെന്റർ ഓഫ് മാസ് ആണ് എന്ന് പറയുമ്പോൾ ഈ സെപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് എളുപ്പം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ടിപ്പ് ഒരു കാരണവശാലും മറക്കരുത്.
നമ്മുടെ ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ടോർക്ക് എന്ന് പറയുന്നത് ലീനിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം സെപ്പറേഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ്. അതുകൊണ്ട് ഇക്വേഷൻ നമുക്ക് ആർ ക്രോസ് എഫ് ആയിട്ട് നമുക്ക് പറയാം. രണ്ട് തരത്തിലുള്ള ടോർക്കുകൾ ഓർക്കുക. ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റിന് നമ്മൾ സപ്പോർട്ടിങ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ ക്ലോക്ക് വൈസ് മോഷൻ ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അത് എന്തിനാണ് ഗുണകരം? അത് ഇങ്ങനെ ഒരു ബോഡി തന്നിട്ട് നമുക്ക് ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ നെറ്റ് ടോർക്ക് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുമ്പോൾ ഉറപ്പായിട്ടും അപ്പൊ ഇതിന്റെ ഒരു നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് അവനൊരു ആന്റി ക്ലോക്ക് വൈസ് മോഷൻ ആയിരിക്കും കൊടുക്കുക. ഇവൻ എന്ന് പറയുന്നത് ഇവന് ഒരല്പ വ്യത്യാസപ്പെടുത്തുക വരും. ആൻഡ് F2 കൊടുക്കുമ്പോൾ സ്വാഭാവികപരമായിട്ട് അവൻ ക്ലോക്ക് വൈസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യും. ഇങ്ങനെയുള്ള കേസസ് എടുക്കുമ്പോൾ ഓർക്കണം, ഇത് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഇനി എപ്പോഴും ആക്സിസിലേക്ക് നമ്മൾ ഫോഴ്സസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ടോർക്ക് 0 ആണെന്നുള്ള കാര്യം മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടോട്ടൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് 0 എന്നാണ് മീനിങ്. ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ 0 ആകും. അപ്പൊ ടോട്ടൽ ടോർക്ക് 0 ആകുന്ന കേസ് വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്നിരിക്കട്ടെ, ഇത് നമ്മുടെ ഫൾക്രമായിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 വിത്ത് പെർപെൻഡിക്കുലർ സെപ്പറേഷൻ D1 ഉം ഇവിടെ ആക്ട് ചെയ്യുന്നത് F2 വിത്ത് D2 ആണെങ്കിൽ എപ്പോഴും ഓർക്കുക F1 D1 എന്ന് പറയുന്നത് F2 D2 തുല്യമായിരിക്കും എന്നൊരു കൺസെപ്റ്റ് മറന്നു പോകരുത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ബേസിക് ആയിട്ടുള്ള എല്ലാ കേസസും എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ആക്സിസ് പ്രകാരം റിങ്ങിന്റെയും ഡിസ്കിന്റെയും സോളിഡ് സ്പിയറിന്റെയും ഒക്കെ വാല്യൂസ് മറന്നു പോകരുത്. അതോടൊപ്പം റോഡിന്റെയും അതോടൊപ്പം നമ്മുടെ സ്പെറിക്കൽ ഷെല്ലിന്റെയും. ഇപ്പൊ റിങ്ങിന്റെ സെൻട്രൽ ആക്സിസിന് അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. അതൊരു ഡിസ്കിന്റെ സെൻട്രൽ ആക്സിസിലേക്ക് വരുമ്പോൾ m×r²/2 ആണ്. സോളിഡ് സ്പിയറിന്റെ സെൻട്രൽ ആക്സിസ് വരുമ്പോൾ അത് 2/5 m×r² ആണ്. അത് ഷെൽ എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ മറക്കരുത്, വാല്യൂ എന്ന് പറയുന്നത് 2/3 mr² ആണ്. നമ്മുടെ റോഡിന്റെ സെൻട്രൽ ആക്സിസ് എടുക്കുമ്പോൾ that is ml² division by 12. So this is the cases. നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റർ ഓഫ് മാസിന് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്ന രീതി മറക്കരുത്. രണ്ട്, നമ്മുടെ ഒരു പ്ലെയിൻ ലാമിനയുടെ പ്ലെയിനിലുള്ള രണ്ട് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ that is very important concept. See, വളരെ പ്രധാനപ്പെട്ട കേസ്. See that IZ we can write to be that is equal to IZ is equal to IX plus IY. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ആ പർട്ടിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് m×k² ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് കേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ് ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്, അത് ഡീൽ ചെയ്യാൻ നോക്കൂ. ദെൻ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില കേസസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കേസസ് ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും ഓരോ ആക്സിസ് പ്രകാരമുള്ള കോൺട്രിബ്യൂഷൻസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യപ്പെടാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി എന്താണ് റിജിഡ് ബോഡി ഡൈനാമിക്സ്? റിജിഡ് ബോഡി ഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺസർവേഷൻ ഓഫ് ആങ്കുലർ മൊമെന്റമാണ്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ എൽ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് I1 ω1 ഷുഡ് ഈക്വൽ ടു I2 ω2. അത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതോടൊപ്പം തന്നെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് ½ I ω².
റൊട്ടേഷണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് തീറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ്, പവർ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഒമേഗ എന്ന് പറയുന്നത്, അതോടൊപ്പം കൈനമാറ്റിക് റിലേഷൻസിന്റെ റൊട്ടേഷണൽ വേർഷൻ എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, that omega t is equal to omega 0 plus alpha into t. So omega t square is equal to omega 0 square plus 2 alpha theta. അതോടൊപ്പം തന്നെ and keep in mind that yes, theta is equal to omega 0 t plus half alpha into t square. ഇതൊക്കെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്, മറന്നു പോകരുത്. പ്യുവർ റോളിംഗ് മോഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ കേസ് എടുക്കുമ്പോൾ ഒരു എച്ച് ഹൈറ്റ് ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തീറ്റ ഇൻക്ലിനേഷൻ ആണെങ്കിൽ എൻഡ് പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് മറക്കരുത് √2gh ഡിവിഷൻ ബൈ 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ. ഈ k സ്ക്വയർ ബൈ r സ്ക്വയർ എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദ ബോഡി തീരുമാനിക്കുന്നതാണ്. റിങ്ങിനും ഡിസ്കിനും അവന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ട്, ആക്സിലറേഷൻ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അത് വളരെ വ്യക്തതയോടെ ഓർമ്മയിരിക്കട്ടെ, g sin theta ഡിവിഷൻ ബൈ 1 പ്ലസ് k സ്ക്വയർ ഡിവിഷൻ ബൈ r സ്ക്വയർ. 1 ഡയമെൻഷണൽ റിലേഷനിൽ കിട്ടിയാൽ ടൈം ഉൾപ്പെടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു റേസ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കണ റിംഗ് ആയിരിക്കും ലാസ്റ്റ് ആദ്യം എടുക്കുന്നത്, സോളിഡ് സ്പിയർ ആണ്. കാരണം അവന്റെ വാല്യൂ ആണ് k സ്ക്വയർ ബൈ r സ്ക്വയർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. ഇനി പ്യുവർ റോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വെലോസിറ്റി അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് എ റോളിംഗ് ബോഡി നിങ്ങളത് കണ്ടുപിടിക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വാട്ട് ഈസ് ദ ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദ റോളിംഗ് ബോഡി, ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഒത്തിരി സാധ്യതയുള്ള കേസസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി അതോടൊപ്പം കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കേസസ്. ഇപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ ബോഡി ബൈ ദ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതോടൊപ്പം ലീനിയർ കൈനറ്റിക് എനർജി ബൈ ദ ടോട്ടൽ കൈനറ്റിക് എനർജി വരുമ്പോൾ 1/1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ ആണെന്ന് മറക്കരുത്. അതോടൊപ്പം കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ബൈ ദ കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ വരുമ്പോൾ അത് എപ്പോഴും k സ്ക്വയർ ഡിവിഷൻ ബൈ r സ്ക്വയർ എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് വരുന്ന കാര്യം മറക്കരുത്. സോ അത് നമ്മുടെ റോളിംഗ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേസസിലെ ഒന്ന് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആണ്. നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാം, F is equal to ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, അതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണെന്നൊക്കെ നമ്മുടെ കൺസെപ്റ്റ് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഒത്തിരി ബോഡീസ് ഒരുമിച്ച് വന്നാൽ നമുക്കിപ്പോൾ ഒരു 3 ബോഡീസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. സേ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ 1 യൂണിറ്റ് മാസ്? അപ്പൊ ഇതൊരു 1 കിലോഗ്രാം ആണെന്നിരിക്കട്ടെ, ആ 1 കിലോഗ്രാം ഉള്ള നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? എപ്പോഴും നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് അല്ലെ. ആദ്യം ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഫോർമുല നമുക്കറിയാം, G × M1 × 1 ആ സെപ്പറേഷൻ എത്രയാണോ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങോട്ടല്ലേ ആക്റ്റീവ്. സോ 1നെ M1 എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, 1 ആയിട്ടുണ്ട്. അതേപടി M3 എന്ത് ചെയ്യും? ഇങ്ങോട്ടായിരിക്കും. വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇവർ രണ്ടുപേരുടെയും റിസൾട്ടന്റ് നമുക്ക് എടുക്കാം, ഇങ്ങോട്ടായിരിക്കും. ഇനി ഇവന്റെ കൂടെ എടുക്കണ്ടേ M2. അപ്പോൾ ഈ സെപ്പറേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് √2d ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഈ രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ആഡ് ചെയ്താൽ നെറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വരുമ്പോൾ സെയിം കൺസെപ്റ്റ് ആണ് മക്കളെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ വരുമ്പോൾ. ആ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മയിരിക്കട്ടെ, Gm/r² ആണ് സർഫസിലെ വാല്യൂ. അതോടൊപ്പം ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ മറക്കരുത്, 4/3 π r rho into capital G. ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചുള്ള വേരിയേഷൻ വരുമ്പോൾ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ സ്ഥിരതയോടെ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ മിനിമം ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ എർത്ത് സർഫസിനോടുള്ള അടുത്ത ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ GH എന്ന് പറയുന്നത് G × 1 - 2h/r എടുക്കാൻ പാടുള്ളൂ.
അതോടൊപ്പം ഡെപ്തിലെ ഇക്വേഷൻ വരുമ്പോൾ യു ക്യാൻ യൂസ് 1 - d/r എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വരുമ്പോൾ നമ്മൾ പല കേസസ് ഓർത്തുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്പിയറിനുള്ള അതിന്റെ വേരിയേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. നമ്മൾ അതിന്റെ ഒരു എപ്പോഴും ഓർക്കണേ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ, -gm/r. ഞാൻ അതിന്റെ പോസിറ്റീവ് വാല്യൂ വരയ്ക്കാൻ ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ. അത് ഒരു സ്പെറിക്കൽ ഷെല്ലാണ് കേസ് എങ്കിൽ അവന്റെ വാല്യൂ ഇൻസൈഡിന് 0 ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ അതിന് പകരമായിട്ട് അതൊരു സോളിഡ് സ്പിയർ ആണെങ്കിൽ അവന്റെ വേരിയേഷൻ ഇത് കൂട്ടായിരിക്കും. അപ്പൊ ഇൻസൈഡ് ആയിട്ടുള്ള അറ്റ് എനി പോയിന്റ് അവന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഓർക്കുക, -gm/r³/r. ഇതൊരു പ്രധാനപ്പെട്ട കേസാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഒരു സ്പെറിക്കൽ ഷെല്ല് വരുമ്പോൾ ഇൻസൈഡ് 0 ആയിരിക്കും. ഒരു സോളിഡ് സ്പിയർ ആണെങ്കിൽ അതിന്റെ വാല്യൂ -gm/r³/r ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സോളിഡ് സ്പിയറിന്റെ തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ വേഴ്സസ് കർവ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓർക്കണേ, ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, മറക്കരുത്. ഒരു സോളിഡ് സ്പിയറിന്റെ കർവാണ് ആദ്യം വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, -gm/2r³ × 3r² - r². ഇത് ഗ്രാവിറ്റേഷനിലെ ഏത് പോയിന്റിലെയും വെൽ ഇൻസൈഡ് കണ്ടുപിടിക്കുന്ന കേസാണ്. അതുകൊണ്ട് കർവ് എന്ന് പറയുന്നത് ഇത് കൂട്ട് തരത്തിലായിരിക്കും. പക്ഷെ അതിന് പകരം അതൊരു ഷെല്ലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക, ഇത് ഷെല്ലിന്റെ കണ്ടീഷൻ ആണെങ്കിൽ ഇൻസൈഡ് അവിടെ ഇന്റൻസിറ്റി 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും സർഫസ് വരെ. Then this is the variation. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് വരെ ഇവനെ കൊണ്ടുപോകാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇനി കൈനറ്റിക് എനർജി വരുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഓർക്കേണ്ട ഒരു റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ കൈനറ്റിക് എനർജി ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് എ gm ഡിവിഷൻ ബൈ ദാറ്റ് 2r ആണ് അവിടുത്തെ റിലേഷൻ. ടോട്ടൽ എനർജി വരുമ്പോൾ ഓർക്കണേ, അവന്റെ മൈനസ് ഓഫ് കൈനറ്റിക് എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കണേ, -gmm/r. അപ്പോ 2 ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും, പക്ഷെ മൈനസ് സൈൻ ഉണ്ടാവും. ഇവ തമ്മിലുള്ള ലിങ്ക് എപ്പോഴും ഓർത്തിരിക്കണേ. അത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള കേസസ് ആണ്. നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു √gm/r. 2gm/r. അത് എറിയുന്ന സ്പീഡിന്, എറിയുന്ന മാസ് ഓഫ് ദ പാർട്ടിക്കിളിനെയോ ഡയറക്ഷനെയോ ഒന്നും ഡിപ്പെൻഡബിൾ അല്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാനറ്റിന്റെ മാസാണ്, അതിന്റെ റേഡിയസ് ആണ്. ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുമ്പോൾ മറക്കരുത് gm/r. ഇത് വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അതോടൊപ്പം കെപ്ലർസ് ലോ, 3 നിയമങ്ങൾ മറക്കാതെ ഓർമ്മയിരിക്കട്ടെ. സോ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത്. അവിടുത്തെ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുള്ള കേസ് മറക്കരുത്. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു L/2n. മൂന്നാമത്, the square of the time period is proportional to the cube of the semi-major axis. അത് ബേസ് ചെയ്തിട്ട് പലപ്പോഴും പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. It becomes so useful for you for the coming entrance exams. So take care. God bless.